ടി.ജി. മോഹൻജി ഭാഗവത് ഇവിടെ തിരുവനന്തപുരത്തും തൃശ്ശൂരുമൊക്കെ പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അതിൽ RSS നടത്തിയ പരിപാടിയിൽ VC മാർ പങ്കെടുത്തു, 3 VC മാർ പങ്കെടുത്തു. അപ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രിയുടെ വക, ആഭ്യന്തരമന്ത്രിയുടെ വക, പിന്നെ അത് പോരാഞ്ഞിട്ട് കോൺഗ്രസ് ദേശീയ, അതായത് മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചിരുന്ന KC വേണുഗോപാലിൻ്റെ വക ഈ VC മാരെല്ലാം ഗണവേഷമിട്ട് കുറുവടിയുമായി ശാഖയിൽ പോയി ഗണഗീതം പാടട്ടെ എന്നൊക്കെയാണ് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ VD സതീശൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്, പൊറുക്കാൻ പറ്റാത്തത് എന്നൊക്കെയാണ്. അല്ല, ഞാൻ എന്ത് പറയാനാണ്, 1948 ജാനുവരി 27-നോ 28-നോ അന്ന് സർസംഘചാലകയായിരുന്ന ഗുരുജി ഗോൾവൽക്കർ തിരുവനന്തപുരത്ത് വന്നു. ഒരു ഗ്രൗണ്ടിലായിരുന്നു പ്രഭാഷണം. അന്ന് അദ്ദേഹത്തെ കല്ലെറിയാനായിട്ട് വന്ന പ്രമുഖന്മാർ ONV കുറുപ്പും നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണനൊക്കെ ആയിരുന്നു. അന്ന് അവർ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. RSS എന്തോ മഹാക്കുഴപ്പക്കാരാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആക്രമിക്കാൻ വന്നു. അവരെ പോലീസ് തടഞ്ഞു, പിടിച്ചുകൊണ്ട് പോയി. നാരായണപിള്ള എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടറാണ്. അങ്ങനെയാണ് കേരളകൗമുദിയുടെ വാർത്ത. അപ്പോൾ ഞാൻ കേരളകൗമുദിയുടെ ആർക്കൈവ്സിൽ നിന്ന് ഈ വാർത്ത തപ്പിയെടുത്തു, അന്നത്തെ പത്രം. ഈ നാരായണപിള്ള ആരാന്ന് അന്വേഷിച്ചു. ഇദ്ദേഹമാണ് ഇടിയൻ നാറാപിള്ള എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ ഇടിയൻ നാറാപിള്ള ഇവരെ പിടിച്ചു മാറ്റി. ഗുരുജിയുടെ പ്രോഗ്രാം അങ്ങ് നടന്നു. അപ്പോൾ അന്ന് ആ ദിവ്യന്മാരൊക്കെ കല്ലെറിയാൻ ശ്രമിച്ച RSS ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വലിയ ഓഡിറ്റോറിയത്തിൽ വലിയ പൗരപ്രമുഖന്മാരും അവരൊക്കെ വൈസ് ചാൻസലറൊക്കെ ആയിട്ട് ചരിത്രം എത്ര മാറി നോക്ക്. ഈ എത്ര തവണ കല്ലെറിഞ്ഞു, എന്തെല്ലാം പ്രാഗി, എന്തൊക്കെ ചെയ്തു. ഇത് വളരുന്നതല്ലാതെ തളരുന്നില്ല. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ എതിർപ്പ് വാസ്തവത്തിൽ സ്വയം സേവർക്കൊരു ആവേശമായിട്ട് മാറും അല്ലേ. ഉറങ്ങിക്കിടക്കുന്ന ആളും മാപ്പൂരാണ്, സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഘടനയെ ഉണർത്താൻ പറ്റിയ ഏർപ്പാട്, അതിനെ ഒന്ന് എതിർക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ പത്തി താഴ്ത്തിയിരിക്കുന്ന ആൾക്കാരുമൊക്കെ ചാടിയിറങ്ങും, ഒരു ഉണർവ് വരും. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അറിയാമായിരിക്കാം. അവരുടെ ഒരു നിസ്സഹായതയാണ് RSSനെ എതിർക്കുക. RSSനെ എതിർത്തില്ലെങ്കിൽ ഒരെന്തോ കുറച്ചിലാണ് എന്നുള്ളൊരു ധാരണ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രസാദിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. കുറച്ച് മുസ്ലിങ്ങളതിൽ പ്രസാദിക്കാറുമുണ്ട്.